ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും KL39 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് യാത്ര വന്നിരിക്കുന്നത് പറമ്പിക്കുളത്താണ്. പറമ്പിക്കുളത്ത് ഒരു ജംഗിൾ സഫാരിയും അതുപോലെ ട്രക്കിങ്ങൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ parambikulam.org എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. പറമ്പിക്കുളം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥലമാണെങ്കിലും പറമ്പിക്കുളത്തേക്ക് വന്നെന്നുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് വരാനായിട്ട്. അതായത് നമ്മളിവിടെ വരുമ്പോൾ തമിഴ്നാട്ടിലെ സേതുമട ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു എൻട്രൻസ് എടുക്കണം. വീണ്ടും നമ്മൾ കേരളത്തിൽ നിന്നും ഒരു എൻട്രൻസ് എടുക്കണം. അപ്പോൾ കേരളത്തിലേക്കുള്ള എൻട്രൻസ് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ്. സേതുമട ചെക്ക് പോസ്റ്റ് എന്തായാലും അവിടെ വന്നിട്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. കാരണം ഇതൊരു ഡ്രൈ ലാൻഡാണ്, മദ്യമൊന്നും കയറ്റിക്കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ 2 വീലറിന് നമുക്ക് ഒരിക്കലും പറമ്പിക്കുളത്തേക്ക് വരാൻ പറ്റില്ല. 2 വീലർ അലൗഡ് അല്ല. ബസ്സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺ വെഹിക്കിളിനെ ഇവിടെ വരാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ഡിസംബറിൽ പോയതുകൊണ്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 3 തരം ട്രക്കിംഗ് ഉണ്ട്. നമ്മളെന്തായാലും ഈ പ്രാവശ്യം എടുത്തേക്കുന്നത് ബിയർ പാത്ത് ട്രക്കിംഗ് ആണ്. നമ്മൾ ജംഗിൾ സഫാരിക്കായിട്ട് 4 പേരും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ 2 സ്റ്റാഫും ഉണ്ട്. അപ്പോൾ മൊത്തം 6 പേരായിട്ടാണ് നമ്മൾ സഫാരിക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന സൈറ്റിങ് നീൽഗിരി ലങ്കൂറിൻ്റെയാണ്. മലയാളത്തിൽ ഇതിനെ പറയുന്നത് കരിങ്കുരങ്ങെന്നാണ്. മനുഷ്യനെ നല്ല രീതിയിൽ ഭയമുള്ളതുകൊണ്ട് ഇവർ ഉയരമുള്ള മരത്തിലൊക്കെയാണ് സാധാരണ ഇരിക്കാറുള്ളത്. നമ്മളെന്തായാലും വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ പേടിച്ചിട്ട് അടുത്ത മരത്തിലേക്ക് ചാടിപ്പോയി. നെല്ലിക്കല്ലേ ഇത്? അസൽ ചേട്ടാ ഒന്ന് കാണിച്ചേട്ടാ. എന്താ ഫ്രണ്ട്സ്, ഇത് നെല്ലിക്കയാണ്. മരമുണ്ട് ഇവിടെ. ഷഹനാസ് ബ്രോ ആദ്യമായിട്ട് പറമ്പിക്കുളത്തല്ലേ? അതെ, ഫസ്റ്റ് ടൈമാണ്. ഫ്രണ്ട്സ്, ഇതൊരു തരം കടന്നൽ കൂടാണ്. നമ്മുടെ ശരീരത്തിൽ ഓയിൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരതിൻ്റെ സ്മെല്ല് പിടിച്ച് വന്നിട്ട് നമ്മൾ ആക്രമിക്കാറുണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ 2 പ്രാവശ്യം കുത്ത് കിട്ടി. അതുകൊണ്ട് ഈ പ്രാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു സഫാരി പോയത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ കഷ്ടി നടന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പതിവ് തെറ്റിച്ചിട്ടില്ല. പറമ്പിക്കുളത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ സൈറ്റിംഗ് കിട്ടുന്നത് ആനിമൽസിനെ പോലെ തന്നെ നമ്മുടെ മയിലിൻ്റെയും കിട്ടാറുണ്ട്. നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ആൺമയിലിൻ്റെ വിഷ്വലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ചൂടുള്ളൊരു പ്രദേശമാണ്, കാരണം പാലക്കാടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട, അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണ്. ഇപ്പം എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പുണ്ട് കാട്ടിന്. നമുക്കിനി കാട്ടിലൂടെയാണ് പോകേണ്ടത്. ഇത്ര നേരം നമ്മൾ റോട്ടിലൂടെയാണ് വന്നത്. എന്തായാലും കാട്ടിലൂടെ പോകാം. ഫ്രണ്ട്സ്, ഈ കാണുന്നത് കാടുമുഴക്കി എന്ന് പറയുന്നൊരു ബേഡാണ്. ഇതിനെ മലയാളത്തിൽ പല സ്ഥലങ്ങളിലും ഇരട്ടവാല എന്നൊക്കെ പറയാറുണ്ട്. കാട്ടിലെ ഒരു മിമിക്രിക്കാരനും കൂടിയാണ് ഈ ഒരു ബേഡെന്നാണ് നമ്മുടെ സെൽവൻ ചേട്ടൻ പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, ഏകദേശം 12 വെറൈറ്റി സൗണ്ട്, അതായത് ബേഡ്സിൻ്റെ സൗണ്ട് ഈ ഒരു കിളി അനുകരിക്കും എന്നാണ് പറയുന്നത്. ഒരുപാട് ആനിമൽസിൻ്റെ പപ്മാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനയും കാട്ടുപോത്തൊക്കെ ഒരുപാട് ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പം നമുക്കതിൽ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വഴിയൊന്ന് മാറി വരികയാണ്.
എന്തായാലും ഒരുപാട് ആനിമൽ ക്രോസിങ്ങുള്ള സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്നത്. കാരണം ഈ റിവർ മുറിച്ച് കിടന്നാലാണ് അപ്പുറത്തെ സൈഡിലേക്ക് ആനിമൽസിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിലെ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ നേരെ അടുത്തൊരു ഷോർട്ട് കട്ട് വഴി കയറി മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ ഏതൊരു ജീവിയുടെ ഒരു എല്ല് കിടക്കുന്നതാണ്. എന്താ കണ്ടിട്ട് കാട്ടുപോത്തിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം സൈസ് ഉണ്ട്. എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. കാരണം ഓഫ്ലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ തിരക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് തന്നെ ഇവിടെ ട്രെക്കിങ്ങിന് വരാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തതായിട്ട് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു കൂട്ടം ആനകളുടെ ഒരു മനോഹരമായൊരു വിഷ്വലാണ്. ഏകദേശം 15ഓളം ആനക്കൂട്ടങ്ങൾ തന്നെയുണ്ട്. അതിൽ കുട്ടികളുമുണ്ട്, വലിയ ആനകളുമുണ്ട്. നമ്മുടെ ലെൻസിൻ്റെ മാക്സിമം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം നല്ല ലോങ്ങിലായിരുന്നു നമുക്ക് സൈറ്റിംഗ് കിട്ടിയത്. മഞ്ഞൊക്കെയുള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറയും, എല്ലാവരും ക്ഷമിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, മഞ്ഞുള്ളതുകൊണ്ട് വീഡിയോയുടെ ഒരു ക്ലാരിറ്റിയിൽ ചെറിയൊരു കോട്ടം വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സെൽവൻ ചേട്ടൻ. സെൽവൻ ചേട്ടൻ എത്ര വർഷം ഇവിടെ? ഞാനൊരു 25-26 വർഷം ആകുമ്പോൾ സാർ ഗൈഡായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. ഡേ നൈറ്റ് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ചേട്ടൻ്റെ പേര്? സതീഷ് ചേട്ടൻ. ചേട്ടൻ എത്ര വർഷമായി? ഞങ്ങളൊരു 20 വർഷം. 20 വർഷം. എന്നെക്കാളും സീനിയർ പുള്ളിയാണ്. സെൽവൻ ചേട്ടൻ സീനിയറാണ്. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ എല്ലാവരും കുറച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ട് സെൽവൻ ചേട്ടാ? നമ്മളൊരു 4 കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തി ഏകദേശം. ഇപ്പം ഫ്രണ്ട്സ്, നിങ്ങളും ഇതുപോലെ ട്രെക്കിങ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രെക്കിംഗ് ഷൂസ് വേണം, വെള്ളം, സ്നാക്സ്, ചെറിയ രീതിയിൽ എന്തെങ്കിലും സാനിറ്റൈസർ കൊണ്ടുവരിക. പിന്നെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ട്രെക്കിംഗ് എടുക്കുന്നത് വളരെ വലിയ കാര്യമായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാട്ടിൽ കൂടി നടന്നിട്ട് ജീവികളെ കാണാൻ കഴിയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക, ജംഗിൾ സഫാരിക്ക് കുട്ടികളുടെ പ്രായമോ അല്ലെങ്കിൽ ഒന്നും പ്രശ്നമല്ല. ട്രക്കിങ്ങിന് മാത്രമാണ് ഏജ് ലിമിറ്റ് ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുക. നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ പറമ്പിക്കുളം. ഫ്രണ്ട്സ്, ഈ വിഷ്വൽ കണ്ടറിയാൻ പറ്റും, ആന തുമ്പിക്കൈ പൊക്കിയിട്ട് നല്ല രീതിയിൽ സ്മെല്ല് പിടിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ പുറകുവശത്ത് കൂടി കാറ്റ് ആനയുടെ സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആനക്ക് നമ്മുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. സാധാരണഗതിയിൽ അവർ ഒഴിവായി പോകാറാണ് പതിവ്. എന്തായാലും കുട്ടികളുള്ളതുകൊണ്ട് അവർ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഈ വിഷ്വൽ കണ്ടാൽ അറിയാൻ പറ്റും. ഫ്രണ്ട്സ്, ഈ കാണുന്നത് കടുവയുടെ കാഷ്ടമാണ്. മ്ലാവിൻ്റെ രോമവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സെൽവൻ ചേട്ടൻ പറഞ്ഞത് രാത്രി ഇതിലെ ടൈഗർ പോയിൻ്റ് ആയിരിക്കണം ഇതെന്നാണ്. ഫ്രണ്ട്സ്, ഇത് മെയിലായിട്ടുള്ള ഒരു കാട്ടുപന്നിയാണ്. നമുക്ക് അതിൻ്റെ ചുണ്ടിൻ്റെ സൈഡിൽ കാണാൻ അറിയാൻ പറ്റും അതിൻ്റെ തേറ്റകൾ വന്നത്. എന്തായാലും അത് വളർന്ന് വലുതായി വന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ ഒരു കൂട്ടമായിട്ടാണ് കാണാറുള്ളത്. എന്തായാലും ഇപ്പോൾ നമുക്ക് സിംഗിളായിട്ടുള്ളൊരു മെയിൽ പിഗിനാണ് കിട്ടിയേക്കുന്നത്. ഇതാണ് കരടിയുടെ കാഷ്ടം. കണ്ടിട്ട് 1-2 ദിവസം പഴക്കമുണ്ടെന്നുള്ളേ. ചെറിയ കരടിയാണ്. ചെറിയ കരടിയുടെ മൊത്തം മണ്ണും ഉറുമ്പിൻ്റെ തലയുമാണ് അതിനകത്ത്. സെൽവൻ ചേട്ടൻ എത്ര പ്രാവശ്യം ഇവിടെ സഫാരിക്ക് വേണ്ടി ടൈഗർ കണ്ടിട്ടുണ്ട്? സഫാരിയിൽ കുറവാണ്. ട്രക്കിങ്ങിലോ? ട്രക്കിങ്ങിലൊരു 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതായത് വളരെ ക്ലോസ് ആയിട്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് കാണാൻ പറ്റിയോ? ടൈം എടുത്ത് കാണാൻ പറ്റില്ല, പെട്ടെന്ന് ജസ്റ്റ് തന്നെ പോയി. നട്ടിച്ച സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 10-20 പേര് ഒന്നിച്ച് പണി മാറി വരുമ്പോൾ അവൻ പെട്ടെന്ന് ഇതുപോലത്തെ റോഡ് ക്രോസ് ചെയ്ത് ഓടുന്നുണ്ട്. ഈ റോഡിൻ്റെ നീളം ഉണ്ടായിരുന്നു. അതൊരു ഫീമെയിൽ ടൈഗറായിരുന്നു, പെരുവാരിപ്പള്ളം.
ഓ ഹോ 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 ഹോ. ഞാൻ ആദ്യം ലൈഫിൽ ആദ്യമായിട്ട് ടൈഗർ കണ്ടതും ഈ പഗ്മാർക്ക് ഏരിയയിൽ തന്നെ, പഗ്മാർക്ക് ട്രയലിന് പോയപ്പോഴാണ്. അത് നമുക്ക് എത്ര കിലോമീറ്റർ നടക്കേണ്ടത്? എത്ര കിലോമീറ്റർ നടക്കണം പഗ്മാർക്ക് ട്രയലിന്? 12 കിലോമീറ്ററാണ്. 12 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 3 ടൈപ്പ് ട്രക്കിംഗ് ഉണ്ട്. അതായത് ബിയർ പാത്ത്, പഗ്മാർക്ക്, എലിഫൻറ്റ് സോങ്. അല്ല, ഏറ്റവും ലോങ്ങസ്റ്റ് വന്നത് പഗ്മാർക്കാണ്. അത് എത്ര? 13 കിലോമീറ്റർ, 12 കിലോമീറ്റർ. അപ്പ് ആൻഡ് ഡൗൺ ആണോ അല്ലെങ്കിൽ വൺ സൈഡോ? റൗണ്ട് ചെയ്ത് വരും നമ്മൾ. 12 കിലോമീറ്റർ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസായിട്ട് അയക്കുക. അപ്പോൾ പറമ്പിക്കുളം ട്രക്കിങ് ഇപ്പോൾ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്കായി. ഇനി ഒരു 2 കിലോമീറ്റർ കടന്നാൽ മതി. മൊത്തം നമ്മളിപ്പോൾ ഒരു 6-8 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ടൈമിന് കാടിൻ്റെ പച്ചപ്പും അതുപോലെ തന്നെ കാടിൻ്റെ ഭംഗിയെ കാണാൻ വേറൊരു ഫീലാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പേ 2 പ്രാവശ്യം ഈ സെയിം സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നല്ല രീതിയിൽ പച്ചപ്പും ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഗ്രൂപ്പ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് പേര് മുന്നിലും കുറച്ച് പേര് പിന്നിലൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ഈ കാണുന്നത് കാട്ടി എന്ന് പറയുന്ന ആനിമലാണ്. പല സ്ഥലങ്ങളിൽ ഇതിനെ കാട്ടുപോത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം വരുന്നത് കാട്ടി എന്നാണ്. നമ്മുടെ പശുക്കളുടെ തന്നെ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു ഭാഗക്കാരാണ് നമ്മുടെ ഈ കാട്ടിയും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളും ഫാമിലിയും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ ട്രെക്കിങ്ങിനൊക്കെ വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. 15 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അവിടെ അനുവദിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ, ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. പെർ ഹെഡ് വരുന്നത് ഏകദേശം 300 രൂപ വെച്ചാണ് നമുക്കൊരു ട്രെക്കിങ് വരുന്നത്. സഫാരിക്ക് 400 രൂപയോളം ടിക്കറ്റ് ഫീസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏകദേശം 64 കിലോമീറ്ററോളം ജംഗിൾ സഫാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രക്കിങ് ഒരു 13 അല്ലെങ്കിൽ ഒരു 12 കിലോമീറ്ററോളം നമുക്കൊരു ട്രക്കിംഗ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിവിടെ വരാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസായിട്ട് അയക്കുക. അപ്പോൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിഷ്വൽസും വീഡിയോസും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.